ഇന്ന് പറയാൻ പോകുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ കിടന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഒരു രഹസ്യ ശിവവിദ്യയാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അത് ചെയ്താൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 4 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡിനുള്ളിൽ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക. ഇത് ചെയ്താൽ വളരെ അത്ഭുതകരമായ സമ്പത്ത്, പണം ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏതായാലും ഒരു നല്ല കാര്യമാണ്, ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ശക്തി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ സമ്പത്തും ഐശ്വര്യവും എന്ന് വേണ്ട വശ്യവും എല്ലാം നൽകുന്ന ഒരു വിദ്യയാണ്. അപ്പോൾ ഈ വിദ്യ ശിവഭഗവാന്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതേതൊരാൾക്കും ചെയ്യാം. ആർക്കും എവിടെ ഇരുന്നും ചെയ്യാം. ചെയ്യുന്ന ആൾ മാത്രമേ ഇതറിയത്തുള്ളൂ. കിടന്നുകൊണ്ട് ചെയ്യണം എന്ന് മാത്രം, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്. അതിന് ഇപ്പം ദാമ്പത്യ ബന്ധം പുലർത്തുന്നവരോ അതിനൊന്നും ഇതൊന്നും വിഷയമല്ല. കാരണം ശിവന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. നിങ്ങൾക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യണം. നിങ്ങൾ ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും നനച്ചിട്ട് കൈയും കാലും തുടയ്ക്കുന്നത് നല്ലതാണ്. എന്നിട്ട് കിടന്നുകൊണ്ട് ചെയ്യുക. അതിന് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുക. കിടക്കുന്നതിന് മുമ്പല്ല, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കിടന്നുകൊണ്ട് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കിടന്നുകൊണ്ട് തന്നെ ഈ ശിവവിദ്യ ചെയ്യണം. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഏതൊരാളുടെയും ജീവിതം അത്ഭുതകരമായി മാറ്റുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കുക, ഒന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് ബാക്കി തീരുമാനിച്ചാൽ മതി. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. മുഴുവൻ വീഡിയോ കാണണം. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. മുഴുവൻ കാണണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. അവസാനം വരെ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയാണ്. നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, എല്ലാവരും നോക്കാനും പറ്റത്തില്ല. കാരണം സ്വാഭാവികമായിട്ട് എന്തോരം മെസ്സേജുകളാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രം ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. അതും ധൃതി വെച്ചിട്ട് കാര്യമില്ല. മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത്. പിന്നെ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളും സ്വയം ചൊല്ലാവുന്ന മന്ത്രങ്ങളും ശരനൂൽ രഹസ്യങ്ങളും പിന്നെ ആരും പറഞ്ഞു തരാത്ത ചില രഹസ്യമായ ഇതുപോലുള്ള ശിവവിദ്യകളും ശരനൂൽ രഹസ്യങ്ങളും എല്ലാം നല്ല കാര്യങ്ങളാണ്. അത് കേട്ടിട്ട് ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, എവരിത്തിങ് ഒരാൾ ഉയർച്ചയ്ക്കുള്ള നല്ല കാര്യങ്ങളാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയും. ഇത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇപ്പോഴില്ല, അത് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനിനി ആ വിദ്യ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ ശിവായ ഞാൻ എഴുതിയിരിക്കുന്ന കണ്ടല്ലോ. ഈ ഇത്രയും എഴുത്ത് നിങ്ങൾ മനസ്സിൽ കാണണം. കണ്ടിട്ട് മനസ്സിൽ ആദ്യം ഒരു തവണ നമശിവായ എന്ന് ജപിക്കുക. അപ്പോൾ ഈ ന എന്ന അക്ഷരം നിങ്ങൾ കൂടുതൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് നമ ശിവായ എന്ന് ജപിക്കുക. പിന്നെ മ എന്ന അക്ഷരം മാത്രം മനസ്സിൽ ശ്രദ്ധിച്ച് നമശിവായ എന്ന് മനസ്സിൽ ജപിക്കുക. ഇതെല്ലാം മനസ്സിലാണ്. പിന്നെ ശി എന്ന അക്ഷരം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നമ ശിവായ എന്ന് ജപിക്കുക. പിന്നെ വ എന്ന അക്ഷരം മനസ്സിൽ കണ്ടുകൊണ്ട് നമ ശിവായ എന്ന് ജപിക്കുക. യ എന്ന അക്ഷരം മനസ്സിൽ കണ്ടുകൊണ്ട് നമശിവായ എന്ന് ജപിക്കുക. എന്നിട്ട് വീണ്ടും മനസ്സിൽ ഈ മുഴുവൻ നമശിവായ ഒന്ന് മനസ്സിൽ ഈ അക്ഷരം മുഴുവൻ മനസ്സിൽ കാണുക, ജപിക്കേണ്ട. അപ്പോൾ ആദ്യം ഈ അക്ഷരം മുഴുവൻ മനസ്സിൽ കാണണം, ജപിക്കേണ്ട. കണ്ട ശേഷം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിൽ നമശിവായ ജപിക്കണം. മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നമശിവായ ജപിക്കണം. ശി മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നമശിവായ ജപിക്കണം. മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നമശിവായ ജപിക്കണം. മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നമശിവായ ജപിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഈ അക്ഷരം മുഴുവൻ നമശിവായ എന്ന് എഴുതിയിരിക്കുന്ന മനസ്സിൽ കാണുക, ഒന്നും ജപിക്കണ്ട. ഇതാദ്യം ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കണ്ണ് ഞാൻ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ചലിപ്പിക്കണം കിടന്നുകൊണ്ട്. ഇപ്പം ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്ന കേട്ടാൽ മതി. ചിലപ്പം വീഡിയോയിൽ കാണുമ്പം നിങ്ങൾക്ക് ഇടത്ത് വലതായിട്ട് തോന്നും. അത് വീഡിയോ എടുക്കുമ്പോഴെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഞാനിവിടെ ഇടത്തുനിന്ന് കാണിക്കുന്നത് നിങ്ങൾക്കവിടെ വലത്തായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ടാൽ മതി.
ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. പറയുന്ന പോലെ ചെയ്യുക. നിങ്ങളുടെ കണ്ണ് ആദ്യം വലത്തോട്ടൊന്ന് ചലിപ്പിക്കുക. ഞാനിപ്പം വലത്തോട്ട് ചലിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇടത്തോട്ടായിട്ട് തോന്നും. പക്ഷെ ഞാൻ വലത്തോട്ടാണ് ചലിപ്പിക്കുന്നത്. പറയുന്ന കേട്ട് ചെയ്താൽ മതി. നിങ്ങൾ കടന്നുകൊണ്ട് ഇത്ര ചെയ്ത ശേഷം കണ്ണൊന്ന് വലത്തോട്ട് ചലിപ്പിക്കുക, വീണ്ടും ഇടത്തോട്ട് ചലിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഒരു 3 തവണ ചെയ്യുക. വലത്തോട്ട് ചലിപ്പിക്കുക, ഇടത്തോട്ട് ചലിപ്പിക്കുക. ചലിപ്പിച്ചിട്ട് ഇങ്ങനെ വലത്തോട്ട് ചലിപ്പിക്കുന്നു, ഇടത്തോട്ട് ചലിപ്പിക്കുന്നു. നമ്മുടെ ബലമൊന്നും പിടിക്കണ്ട. നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കണ്ണിങ്ങനെ ചലിപ്പിച്ചാൽ മതി. ഒരു ബലവും പിടിക്കണ്ട. വലത്തോട്ട് ചലിപ്പിക്കുന്നു, ഇടത്തോട്ട് ചലിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ സമയം എടുക്കുക. അങ്ങോട്ട് ചലിപ്പിക്കുന്നു, ഇങ്ങോട്ട് ചലിപ്പിക്കുന്നു, പെട്ടെന്ന് തന്നെ. ബലമൊന്നും പിടിച്ച് ചെയ്യേണ്ട. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ സാധാരണ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചലിപ്പിക്കുന്നു, ഇങ്ങനെ 3 തവണ ഇങ്ങനെ ചലിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ചലിപ്പിച്ച് കഴിഞ്ഞാലുടൻ നിങ്ങൾ മനസ്സിൽ 3 തവണ ഓരോ തവണയും ഒന്ന് ചലിച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊരു പണക്കാരനാകാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ നിങ്ങൾക്കൊരു ലോൺ കിട്ടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? നിങ്ങൾ ആ ലോൺ കിട്ടിക്കഴിഞ്ഞാലുള്ള നിങ്ങളുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും? ആ ലോൺ കൊണ്ട് നിങ്ങൾ ബാങ്കിൽ പോകുന്നു, ബാങ്കിൽ നിന്ന് പൈസ കയ്യിൽ വാങ്ങുന്നു, നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആ ലോൺ കിട്ടിക്കഴിഞ്ഞ് നടക്കുന്ന കാര്യം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കണം. ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണയും ആദ്യം ഒരു തവണ നമ്മളിങ്ങനെ വലത്തോട്ട് ചലിപ്പിക്കുന്നു, ഇടത്തോട്ട് ചലിപ്പിക്കുന്നു. എന്നിട്ട് ഇത് ചിന്തിക്കുക. വീണ്ടും വലത്തോട്ട് ചലിപ്പിക്കുന്നു, ഇടത്തോട്ട് ചലിപ്പിക്കുന്നു. എന്നിട്ട് മനസ്സിൽ 1 സെക്കൻഡ് ചിന്തിച്ചാൽ മതി. വീണ്ടും വലത്തോട്ട് ചലിപ്പിക്കുന്നു, ഇടത്തോട്ട് ചലിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടവേളകളിൽ ഓരോ പ്രാവശ്യവും വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിച്ച് കഴിഞ്ഞാലുടൻ നടന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുക. 1 സെക്കൻഡ് കൊണ്ട് ചിന്തിക്കണം. ആ കാര്യം നടന്നിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്താൽ അത്ഭുതകരമായ രഹസ്യകരമായ വിദ്യ. അത് ശിവവിദ്യ കേട്ടോ. ഇതിന് ശാംഭവി വിദ്യ അല്ല, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളാണ് ഇതിനുള്ളിലുള്ളത്. അതായത് കണ്ണുകൾ ചലിക്കുന്നതും മനസ്സിൻ്റെ ചിന്തയും തമ്മിൽ ബന്ധമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ കണ്ണ് വലത്തോട്ട് ചലിപ്പിക്കുന്നു, ഇടത്തോട്ട് ചലിപ്പിക്കുന്നു. അത് ഒരു തവണ ചെയ്താൽ ഉടനെ നിങ്ങൾ പണക്കാരനാകുകയാണെങ്കിൽ അത് പണക്കാരനായ അല്ലെങ്കിൽ ഒരു ലോൺ കിട്ടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോൺ കിട്ടിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം സെക്കൻഡുകൾ കൊണ്ട് ചിന്തിക്കണം. എന്നിട്ട് അടുത്ത വീണ്ടും വലത്തോട്ട് ചലിപ്പിക്കുക, ഇടത്തോട്ട് ചലിപ്പിക്കുക. വീണ്ടും അങ്ങനെ ചിന്തിക്കുക. കാണുക, മനസ്സിൽ കാണുക. ലോൺ കിട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. വീണ്ടും 3ാമതും കണ്ണ് വലത്തോട്ട് ചലിപ്പിക്കുക, വലത്തോട്ട് ചലിപ്പിച്ചിട്ട് ഇടത്തോട്ട് ചലിപ്പിച്ചാൽ ഉടൻ സെക്കൻഡുകൾക്കുള്ളിൽ ആ ലോൺ കിട്ടിയാലുള്ള നിങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നൊന്ന് സങ്കല്പിക്കുക. എന്നിട്ട് കിടക്കുക. പിന്നെ ഒന്നും വേണ്ട, അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇതിൻ്റെ അകത്തുള്ളൊരു രഹസ്യം, ഇത് ദിവസവും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാം. ഇനി ഉച്ചയുറക്കമുള്ളവർ ഉച്ചയ്ക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്താലും കാര്യം നടന്ന അനുഭവമുണ്ട്. ആ കാര്യം നടന്ന അനുഭവമുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. ഇതാരും നിങ്ങൾ എവിടെ വേണേലും ആരും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഇതിൻ്റെ പുറകിലെ രഹസ്യം പറഞ്ഞുതരാം. ഇതെല്ലാം ശിവവിദ്യ. ഈ ശിവവിദ്യ പറഞ്ഞു തരണമെങ്കിൽ ആ ശിവൻ്റെ ആദ്യ പരമ്പരയിലുള്ള ഗുരുക്കന്മാർക്കേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരാൾക്കും ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നമ്മൾ ആ ഗുരുപരമ്പരയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇത്തരം വിദ്യകളെല്ലാം, ഈ വിദ്യകളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഞാനിപ്പം ചെയ്യുന്നതും ആ ആദി ശിവൻ പരമ്പരയുടെ വിദ്യയാണ്. ആ ഗുരുക്കന്മാർ ചെയ്യുന്ന ആ വിദ്യ തന്നെ നമ്മളും അതിൻ്റെ ഭാഗമാണ്. പിന്നെ കർമ്മനിയോഗം അല്ലെങ്കിൽ ഈശ്വരേച്ഛ കൊണ്ട് വന്ന് നമ്മൾ ഈ വിധത്തിൽ ഒരു ജന്മത്തിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതാ ഞാൻ പറഞ്ഞു തരുന്ന ആരും പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം പറഞ്ഞുതരാം. അതായത് ഈ 2 കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്. ഈ 2 കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് നിങ്ങളുടെ മുന്നിലുള്ള ലോകം. ആം ഐ റൈറ്റ്? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 2 കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ ലോകം, അല്ലേ? അത് ശരിയല്ലേ? ഈ 2 കണ്ണുകൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ട്. ഈ 2 കണ്ണുകൾക്കും തരാത്തൊരനുഭവം ഈ ഇടയിലുള്ള, അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു അകത്തോട്ടൊരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന ജംഗ്ഷനിൽ ഭ്രൂമധ്യമുണ്ട്. ഭ്രൂമധ്യം, ഇതിനെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളുണ്ട്.
ഒരുപാട് കാര്യങ്ങളുണ്ടായില്ല. ഈ സാധാരണ ആളുകൾ പറയുന്ന രീതിയിലുള്ള ഭ്രൂമധ്യവും ധ്യാനവും ഒന്നുമല്ല, അതിനപ്പുറത്ത് ചില തലങ്ങളുണ്ട്. ശരിക്കുമുള്ള സ്ഥാനം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു മറ്റൊരു സ്ഥാനം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, ഭ്രൂമധ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ രണ്ട് കണ്ണുകൾക്കിടയിൽ നിങ്ങളുടെ മനസ്സ് പോകുമ്പോൾ ഈ മൂന്നാമത്തെ ഒരു സ്ഥാനത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് കണ്ണുകൾ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാകും. അതിനെ ഇൻറ്റ്യൂഷനെന്നോ ആത്മീയതയെന്നോ നിങ്ങളുടെ ഉള്ളിലുള്ള ബോധത്തിലേക്ക് ചെല്ലുകയെന്നോ എങ്ങനെ വേണേലും മനസ്സിലാക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരനിലേക്ക് ചെല്ലുന്ന ഒരു ടൈമാണത്. ഈ അങ്ങോട്ടും ചലിപ്പിച്ച് ഇങ്ങോട്ടും ചലിപ്പിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ കണ്ണുകൾ ചലിപ്പിക്കുന്നതോടൊപ്പം മനസ്സും പോകുന്നുണ്ട്. അപ്പോൾ ഈ മനസ്സിന് ഈ മൂന്നാമത്തെ ഇവിടെ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഈ രണ്ട് കണ്ണുകൾക്കിടയിലുള്ള ഒരു അനുഭവം, അതാണ് ഈശ്വരാനുഭവം. അവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ആ പ്രപഞ്ചബോധം നടത്തിത്തരും. അത് ചെയ്യുന്നവൻ ശിവനാണ്, അല്ലാതെ ചുമ്മാ അതും ഇതും ഉള്ള വിദ്യയൊന്നുമല്ല ഞാൻ പറഞ്ഞായിരുന്നു. ശനിത്തായിട്ടുള്ള വിദ്യ, സത്യസന്ധമായ സനാതനമായ ശിവന്റെ വിദ്യ പറഞ്ഞായിരുന്നു. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അല്ല നിങ്ങൾ എന്നെ ഗുരുവെന്ന് വിളിക്കണമെന്നോ എനിക്ക് കുറേ ശിഷ്യന്മാരായിട്ടോ ഇതൊന്നും എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആ ശിവനെ ലയിച്ചിരിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ശരിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ ഈശ്വരനെ അറിയും. ഇവിടെ ഗുരു ശിഷ്യനും കളിയൊന്നുമില്ല. നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. എന്നെ ഗുരുനാഥ എന്ന് പറഞ്ഞ് ഒന്നും നടക്കേണ്ട ഒരു കാര്യമില്ല. അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. നിങ്ങളുടെ സമയം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തൊഴിലിന് വേണ്ടി, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചിലവാക്കണം. നിങ്ങൾക്കറിയാനുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. ഞാനും എപ്പോഴും ആ ശിവനെ ലയിച്ച് തന്നെ ഇരിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള ആ ഈശ്വരജ്ഞാനം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നാമതൊരു അനുഭവം ഉണ്ടാകും. രണ്ട് കണ്ണുകൾ കൊണ്ടും കിട്ടാത്തൊരനുഭവം, മൂന്നാമതൊരു അനുഭവം ഈ കണ്ണുകൾ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കൈവരുമെന്നുള്ളതാണ്. അത് എപ്പോഴും ഒന്നും ചെയ്യണം, 3 തവണ ചെയ്താൽ മതി. ഓരോ തവണ ഇടയ്ക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നടന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിൽ കാണണം. ഇത് ഞാനൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടി പിടി ഇടി ബഹളം ജഗട ഭയങ്കര ബഹളം. അതാ ഉദ്ദേശിച്ചു. ഇത് ഉച്ചയ്ക്ക് ഉറങ്ങാൻ നേരത്ത് ഈ പയ്യൻ അച്ഛൻ്റെ അമ്മയുടെ ഇങ്ങനെ ഈ കണ്ണുകൾ ഇങ്ങനെ ചലിപ്പിച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെയും വഴക്ക് മാറിയാൽ എങ്ങനെ ഇരിക്കും, അവർ സ്നേഹത്തോടെ ഇരിക്കുന്ന ആ ഒരു ഭാഗം മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് അവൻ ഉറങ്ങാൻ കിടന്നു. ഉച്ചയ്ക്ക് ഉറങ്ങിയ കാര്യം പറഞ്ഞു. അന്നേ ദിവസം അവരുടെ പ്രശ്നം പരിഹരിച്ചു, അവർ സ്നേഹത്തിലായി. ഇത്ര രഹസ്യമായ കാര്യങ്ങൾ പറഞ്ഞത് കറക്റ്റായിട്ട് ചെയ്യണം. അല്ലാതെ ചെയ്തു കഴിഞ്ഞു പിന്നെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ശരിയായിട്ട് ചെയ്താൽ അത് ഫലം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഒരു വെള്ളം തിളപ്പിക്കുകയാണെങ്കിലും കൃത്യം ചൂട് ചെല്ലുമ്പോഴേ അത് തിളയ്ക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മൾ ഏതളവിൽ നമ്മൾ ശരിയായിട്ട് ആ വിശ്വാസത്തിൽ ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ലേ ഫലം ഉണ്ടാകണമെന്നില്ല, വെറുതെ സമയങ്ങളാണെന്നുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്താൽ എന്തും സാധിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങുമ്പം ഒരാളോട് പറഞ്ഞ് അവർ ചെയ്ത് ഫലമുണ്ടായി, അയാൾ ഉച്ച ഉറങ്ങുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അന്ന് ആ പ്രശ്നം തീരട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. പക്ഷെ വൈകുന്ന പാട് നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ചെയ്താൽ മതി. നിങ്ങൾക്കൊരു ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്ക് വിശ്വാസത്തോടെ ചെയ്യണം. ദിവസവും ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ഒരു ദിവസം ചെയ്യുമ്പോൾ ശരിയാകണമെന്നില്ല. നമ്മുടെ മനസ്സ് നമുക്ക് ശരിയായിട്ട് കിട്ടണമെന്നില്ല. മനുഷ്യനല്ലേ, പല ചിന്തകളായിരിക്കും. അപ്പം പിറ്റേ ദിവസം രാത്രി ചെയ്യുക. ഏതെങ്കിലും ഒരു തവണ ചെയ്യുമ്പോൾ ഫലിക്കും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മുടെ മനസ്സ്. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ല ടെൻഷൻ കാണും, വിഷമം കാണും, ഇങ്ങനെ പല വികാരങ്ങൾ കാണും. അതുകൊണ്ട് ചിലപ്പം ചില ദിവസം ചെയ്യുന്നത് ഒക്കണമെന്നില്ല. അപ്പം പിറ്റേ ദിവസം ചെയ്യുക. ഏതെങ്കിലും ഒരു തവണ ഒക്കും, അത് ഫലമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്കൊരു ലോൺ കിട്ടണമെന്നുണ്ട്. അപ്പോൾ ഈ വിദ്യ ചെയ്തിട്ട് ലോൺ കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും അത് മനസ്സിൽ കാണുക. കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഞങ്ങൾക്കൊരു പണക്കാരന് സമ്പത്ത് ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും, നിങ്ങൾ എന്തൊക്കെ ചെയ്യും, അത് ഇങ്ങനെ ചലിപ്പിക്കുന്നതിനിടയ്ക്ക് സെക്കൻഡുകൾ കൊണ്ട് മനസ്സിൽ കാണണം. അതായത് ഒരുപാട് നേരം ഇത് ചെയ്യരുത്, സെക്കൻഡുകൾ മതി, വളരെ അല്പനേരം മതി. അതുപോലെ നിങ്ങൾക്ക് ഒരു ഗൾഫ് വിദേശ വാസമാണ്,
തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾ വിദേശത്ത് പോയാൽ എങ്ങനെ ഇരിക്കും? അതിങ്ങനെ സങ്കല്പിക്കണം. അതുപോലെ നിങ്ങൾക്ക് എന്തും ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ന്യായമായി സത്യസന്ധമായി നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങളിലേക്ക് എത്തപ്പെടാൻ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഏതൊരു കാര്യവും ഈ ശിവവിദ്യയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാം. പക്ഷേ അത് നല്ല കാര്യങ്ങളായിരിക്കണം, നല്ലതിനു വേണ്ടി ആയിരിക്കണം. കാരണം ഇതെല്ലാം ശിവവിദ്യ, നന്മ മാത്രം ഉണ്ടാകുന്ന വിദ്യ. പറയാൻ മനസ്സിലായി. ഈ ശിവനെ ആർക്കും പൂർണ്ണമായിട്ട് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ഒരു ഗുരുക്കന്മാർക്ക് ശിവനെ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കത്തില്ല. എല്ലാത്തിനും അപ്പുറത്താണ് ശിവൻ. ശിവനെ എത്ര അറിഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ചൊക്കെ ഭഗവാനെ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾക്ക് അറിയുന്നതിനും എപ്പോഴും അതീതനാണ് ഭഗവാൻ, ശിവഭഗവാൻ. നമ്മളിപ്പം ഈ രണ്ട് കണ്ണുകൾ ചലിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ ആ ഒരു മൈൻഡ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയൊന്നും വേണ്ട, രണ്ട് കണ്ണുകൾ ചലിപ്പിച്ചാൽ മതി. അപ്പോഴത് ആ ഉള്ളിലുള്ള ആ ഒരു ബോധത്തിലേക്ക് പൊക്കോളും. അത് ഊർജമാണ്. ഒരു രണ്ട് കണ്ണുകൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതൊരു ഊർജ്ജമാണ്. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മനസ്സുകൊണ്ട് രണ്ട് കണ്ണുകൾ ചലിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ രണ്ട് കണ്ണുകൾ ചലിപ്പിച്ചാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പായുമ്പം ഇവിടെ അതിൻ്റെ അനുഭവം ഉണ്ടായിക്കോളും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളും. നിങ്ങൾ കണ്ണുകൾ ചലിപ്പിച്ച് നിങ്ങളുടെ നടക്കാനുള്ള കാര്യം നടന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചിന്തിച്ചാൽ മാത്രം മതി. അല്ലാതെ കണ്ണുകൾ ചലിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട. കണ്ണുകൾ എങ്ങനെ ചലിപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് നടക്കാനുള്ള കാര്യം നടന്നാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആ ഊർജ്ജാനുഭവം ഉണ്ടാകുന്നു, ഊർജ്ജമായിട്ട് കണക്റ്റ് ആകുകയാണ്. അപ്പോൾ ശിവനെ പൂർണ്ണമായിട്ട് ആർക്കും അറിയാൻ സാധിക്കത്തില്ല. കുറച്ചൊക്കെ ഗുരുക്കന്മാരൊക്കെ ശിവനെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ട് ഭഗവാനെ ആർക്കും അറിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഭഗവാനെ ആദ്യന്തരഹിതൻ എന്ന് പറയുന്നത്. ആദ്യ അവസാനമില്ല. ഭഗവാന്റെ ആദ്യ അവസാനം തപ്പിപ്പോയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പുരാണത്തിൽ, ബ്രഹ്മാവും മഹാവിഷ്ണുവും. പക്ഷെ കണ്ടെത്താനായില്ല. അങ്ങനെയുള്ള ഭഗവാനെ ആർക്കും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, അതായത് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റത്തില്ല. നമ്മളുടെ അറിവിന് അപ്പുറമാണ്. നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ മുഴുവൻ പ്രദക്ഷിണം ചെയ്യാത്തത്. ഭഗവാനെ പൂർണ്ണമായിട്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ പൂർണ്ണബലം വയ്ക്കാത്തതിൻ്റെ കാര്യം ഭഗവാനെ പൂർണ്ണമായിട്ട് ആർക്കും അറിയാൻ സാധിക്കത്തില്ല. ശിവൻ എന്ന് പറഞ്ഞാൽ ആദ്യന്തരഹിതനാണ്. ആദ്യമല്ല അവസാനവുമില്ല. ഭഗവാനെക്കുറിച്ച് യാതൊന്നും ആർക്കും അറിയില്ല. മാത്രമല്ല മഹാവിഷ്ണു ശിവനും എല്ലാം ഒന്നു തന്നെയാണ് കേട്ടോ. ആരും പക്ഷപാതമായിട്ട് വിചാരിക്കരുത്. മഹാവിഷ്ണു അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ശിവൻ ഒരിക്കലും അതുപോലെ അവതാരങ്ങൾ എടുത്തിട്ടില്ല. എന്നാൽ ഒരു മാതാവിൻ്റെ ഗർഭത്തിലും ഭഗവാന്റെ ചൈതന്യം ഒന്നിലും ഒതുങ്ങത്തില്ല. ഭഗവാന്റെ അംശാവതാരങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും ഇപ്പം മഹാവിഷ്ണു അവതാരം എടുത്ത പോലെ ഇപ്പോൾ ശ്രീരാമനായിട്ടോ ശ്രീകൃഷ്ണനായിട്ടോ ഒരു മാതാവിൻ്റെ ഗർഭത്തിൽ ജീവിച്ച് അങ്ങനെ ഭഗവാൻ ഒരിക്കലും ജനിക്കത്തില്ല. ഭഗവാന് ആദ്യന്തരഹിതനാണ്. ഭഗവാനെ ഒന്നിലും ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അതിനപ്പുറത്താണ്. അപ്പം നമ്മളെത്രയോ വളരെ ചെറിയ ഒരു പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. ആ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ നമുക്ക് ഭഗവാന്റെ ഒരു അംശത്തെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്മരിക്കാം. അങ്ങനെ നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഭഗവാനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ആരാലും അസാധ്യമാണ്. അതുകൊണ്ടാണ് ശിവക്ഷേത്രങ്ങളിലെ ഭഗവാനെ പൂർണ്ണബലം വയ്ക്കാത്തതിൻ്റെ ഒരു കാര്യം. എൻ്റെ ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഭഗവാനെക്കുറിച്ച് നിങ്ങൾ അറിയണം. അതിനുവേണ്ടി പറഞ്ഞതാണ്. ഭഗവാൻ എനിക്ക് തന്ന ജ്ഞാനമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അറിവാണ് പറഞ്ഞത് കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, സ്വീകരിക്കാതിരിക്കാം, അല്ല നിങ്ങളുടെ ഇഷ്ടം. ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ. ഭഗവാൻ തന്ന ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശിവഭഗവാനെ നിങ്ങൾ അറിയുമ്പോൾ ഭഗവാനെ നിങ്ങളുടെ ഉള്ളിൽ ആ ശിവബോധത്തെ കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. നിങ്ങൾ ഒരു ദിവസം ഞാൻ പറയുന്ന കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക.
ഒരു ദിവസം നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയുക, എനിക്ക് ആരോടും വിരോധമില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും എനിക്കൊരു കാര്യത്തോടും വിരോധമില്ല. ആരെ കാണുമ്പോഴും എനിക്ക് ആരോടും വിരോധമില്ല. ഇത് മനസ്സിൽ പറയണം. ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ കാണുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വ്യക്തികളൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഇങ്ങനെ പറയുക, എനിക്ക് ആരോടും വിരോധമില്ല. എന്നിട്ട് ആ വിരോധമില്ലാത്ത ഒരു അവസ്ഥ അനുഭവിക്കുക. ഇത് ഒരു ദിവസം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒറ്റ ദിവസം പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും. നിങ്ങൾ അന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഭവം ഉണ്ടാകും. പിന്നെ ഈശ്വരൻ ഒരു ചോദ്യമല്ല, ഒരു ഉത്തരമായിരിക്കും. ആരും നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് അന്നു മുതൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരബോധം, ശിവബോധം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. എനിക്ക് ആരോടും വിരോധമില്ല. ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു ദിവസം നിങ്ങൾ അന്ന് ആരെ കാണുന്നോ, അന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, അപ്പോഴൊക്കെ മനസ്സിലിങ്ങനെ പറയുക, എനിക്ക് ആരോടും വിരോധമില്ല. ഇത് നിങ്ങൾ പറയുക. പറഞ്ഞിട്ട് നിങ്ങൾ ആ വിരോധമില്ലാത്ത അവസ്ഥയെ അനുഭവിക്കുക. നമുക്കൊരാളോട് വിരോധമില്ല, പിന്നെ എന്താ, നമുക്ക് ആ ഒരു സ്നേഹമേ ഉള്ളൂ. അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫീൽ ഉണ്ടാവും, തന്നെ ഉണ്ടായി വരും. എനിക്ക് ആരോടും വിരോധമില്ല. ഇത് ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും ഇങ്ങനെ മനസ്സിൽ പറയുക. ആരോടും അന്ന് വിരോധം ഭാവിക്കുകയും ചെയ്യരുത്. ഒരു ദിവസം അങ്ങനെ ചെയ്ത് നോക്കുക. എഴുതി വെച്ചോ, നിങ്ങളുടെ ജീവിതം അന്ന് മുതൽ മാറി തുടങ്ങും. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുക. അല്ലെ വേണമെന്നുണ്ടെങ്കിൽ ദിവസവും നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ കണ്ടിന്യൂ ചെയ്യുക. ഒരു ദിവസം നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ശിവനെ അറിയും, നിങ്ങൾ സ്നേഹം എന്താണെന്നറിയും, പ്രപഞ്ചബോധം എന്താണെന്നറിയും, ഈശ്വരൻ എന്താണെന്നറിയും. പിന്നെ ഒരാൾ നിങ്ങളുടെ മുന്നിൽ ഗുരു ശിഷ്യനും കളിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലാണ് ഗുരുവും ശിഷ്യനും. നിങ്ങൾ തന്നെയാണ് ഗുരുവും ശിഷ്യനും. നിങ്ങൾക്ക് ജ്ഞാനമില്ലാത്തപ്പോൾ നിങ്ങൾ ശിഷ്യനും, നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ തന്നെ ഗുരുവും. നിങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരൻ. പരമമായ വിദ്യ പറഞ്ഞു മനസ്സിലായി. നിങ്ങളെ പിന്നെ ആർക്കും ആത്മീയതയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നും നിങ്ങളെ പിന്നെ ആർക്കും, നിങ്ങൾ ആരുടെയും ഒരു വിധേയനാകേണ്ട കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാവുന്നു. അവരുടെ ഇവരെയൊന്നും പുറകെ നടന്ന് ജീവിതം കളയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. സ്വയം ഉള്ളിൽ ഈശ്വരനെ അറിയുക. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് നല്ലതാണ്, പ്രാർത്ഥിക്കുക, ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. അതിനോടൊപ്പം സ്വയം നിങ്ങൾ ഉള്ളിൽ ആ ഈശ്വരനെ അറിയണം. അപ്പോഴേ നിങ്ങൾ മാറത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എത്ര മഹർഷിമാരുടെയും സന്യാസിമാരുടെയും ഒന്നും ജീവിതകഥ വായിച്ചതുകൊണ്ടോ അവരെ വണങ്ങുന്നതും സ്തുതിക്കുന്നതും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ അവസ്ഥയിൽ എത്തിച്ചേരണമെങ്കിൽ അവർ ചെയ്ത കാര്യം നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ ആ ഈശ്വരബോധം ഉണ്ടായി വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായ ഈശ്വരാനുഭവം ഉണ്ടാകുന്നത്. അപ്പം അത് പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മുടെ നിയോഗം. എന്നെ ശിവഭഗവാൻ എനിക്ക് നൽകിയ ജീവിതത്തിൽ നൽകിയ നിയോഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, ഇഷ്ടമുള്ളവർക്ക് കേൾക്കാതിരിക്കാം, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാതിരിക്കാം. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. എനിക്ക് ആരോടും ഒരു വെറുപ്പുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാതിരിക്കുക. എൻ്റെ അറിവാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈശ്വരനെ അനുഭവിക്കാനുള്ളൊരവസരമാണ് ഈ വിദ്യകളിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ആ സർവശക്തനായ പരമേശ്വരനെ അറിയാനുള്ളത്. അപ്പം അന്ന് നിങ്ങൾക്ക് ഭയങ്കരമായി നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ, നിങ്ങൾ ജീവിക്കുന്നിടത്ത് തന്നെ ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. നിങ്ങളെ അതുവരെ മിണ്ടാത്തവർ ഇങ്ങോട്ട് കയറി നിങ്ങളോട് മിണ്ടും. നിങ്ങൾ പറയുന്ന എല്ലാവരും അംഗീകരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരും. നിങ്ങൾ ഈശ്വരനെ അറിയും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പിന്നെ ശിവനെ അറിയുകയാണ്. എനിക്ക് ആരോടും വിരോധമില്ല എന്ന് നിങ്ങൾ ഒരു ദിവസം ആരെ കാണുമ്പോഴും മനസ്സിൽ പറയുക, ആരോട് സംസാരിക്കുമ്പോഴും മനസ്സിൽ പറയുക. ഒരു അപാരമായ ഒരു മാറ്റമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. അതാണ് ആത്മീയത. അതാണ് ശരിയായ ഈശ്വരാനുഭവം. അവിടെ ഈശ്വരൻ ഒരു ചോദ്യമല്ല, ഒരു ഉത്തരമാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഈശ്വരനൊരു ചോദ്യമല്ല, നിങ്ങൾ ഈശ്വരനെ അനുഭവിക്കുകയാണ്. നിങ്ങൾക്കൊരു ഉത്തരമാകും. അതാണ് ശരിയായിട്ടുള്ള ആത്മീയത. പറഞ്ഞാൽ മനസ്സിലാകുന്നു. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ഇത് പറയുക എന്നുള്ളതും ആണ് എൻ്റെ ധർമ്മം. സത്യം അറിയിക്കുക, ആ ശിവൻ എന്താണെന്ന് അറിയിക്കുക, അതേ ഉള്ളൂ എൻ്റെ ധർമ്മം. അത് ആവശ്യമുള്ളവർ ഫോളോ ചെയ്യുക, അല്ലാത്തവർക്ക് ഫോളോ ചെയ്യാതിരിക്കാം. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
നമുക്ക് ആരോടും വിരോധമില്ല. ആരോടും ഇത്ര സുഖമാണെന്നറിയാം മനസ്സിനിപ്പോൾ. ആരോടും വിരോധമില്ല. എല്ലാം ഭഗവാനിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. ഞാനിത് പൊതുവായിട്ട് പറയുന്നതാണ്. എൻ്റെ അനുഭവങ്ങളാണ്, എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഫോളോ ചെയ്യാം, അല്ലാത്തവർക്ക് ഫോളോ ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നമുക്ക് സ്വീകരിക്കുന്നവരോടും സ്വീകരിക്കാതിരിക്കാവുന്നവരോടും എല്ലാവരോടും ഒരുപോലെയുള്ള, ആരോടും ഒരു വിരോധമില്ല. അതാണ് ശിവൻ, അതാണ് ശിവബോധം. ഇനി ചെറിയൊരു ഹസ്തരേഖയുടെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം, എന്നിട്ട് നിർത്തിയേക്കാം. കാരണം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, അതുകൊണ്ടുള്ള കാര്യങ്ങളെ പറഞ്ഞായിരുന്നു. ഇതുണ്ടല്ലോ ഹൃദയരേഖ, ഇത് ബുദ്ധിരേഖ, ഇത് ആയുർരേഖ. ഇനിയും ഇത് പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചുകൊള്ളണം. അപ്പോൾ ഈ ഹൃദയരേഖയുടെ ഇത് ചെറുവിരലിന് താഴെയുള്ള ഭാഗമാണ് ബുധമണ്ഡലം. ബുധമണ്ഡലത്തിന് താഴെ ഹൃദയരേഖ അല്പം വീതി കൂടിയത് കാണുന്നു. അതാ വരച്ച് കാണിച്ചേക്കുന്നത് കേട്ടോ. അതായത് ചെറുവിരലിന് താഴെയുള്ള ഭാഗം ബുധമണ്ഡലം, ബുധമണ്ഡലത്തിന് താഴെ ഹൃദയരേഖ അല്പം വീതി കൂടി കാണുന്നു. ഞാൻ വരച്ചിരിക്കുകയാണ്, വലിയ ഭംഗിയൊന്നുമില്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഉണ്ട് വീതി കൂടി കാണുന്ന ഈ ഭാഗം. ഇത് പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോളണം. ഇങ്ങനെ വീതി കൂടി കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും കാലതാമസം, കാര്യതടസ്സം, കുടുംബക്ലേശം, മനക്ലേശം, സാമ്പത്തിക ക്ലേശം, നിങ്ങൾക്ക് എന്ത് കിട്ടാനുണ്ടെങ്കിലും അത് തടസ്സപ്പെട്ട് നിൽക്കുക. അപ്പോൾ അതൊരു ഒരു 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 നിങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ കിട്ടേണ്ട ആനുകൂല്യങ്ങളായിക്കോട്ടെ, കുടുംബ സ്വത്തുക്കളായിക്കോട്ടെ, എന്താണേലും തടസ്സപ്പെട്ട് നിൽക്കുക. അപ്പോൾ അതിന് ഒരു കുടുംബസുഖം കുറയും, മനക്ലേശമായിരിക്കും, ഏതൊരു കാര്യത്തിനും ഭാഗ്യതടസ്സം ഉണ്ടാകും. എന്നുവെച്ചാൽ ജീവിതം മുഴുവൻ അങ്ങനെ ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല, അത് മാറും. എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ മാറി നല്ലൊരു അനുഭവത്തിലേക്ക് വരാൻ വ്യാഴാഴ്ച കൃഷ്ണന് പുരുഷ സൂക്താർച്ചന, ത്രിമധുരം, നെയ്വിളക്ക് ഇത് ചെയ്യുന്നതാണ്. ഇത് രാവിലെ ഒരു 6-6:30 ഇടയ്ക്ക് പോയി അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ ലയിച്ചു പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. വെച്ച് കഴിഞ്ഞ് അതേക്കുറിച്ച് ചിന്തിക്കരുത്. വെച്ച് കഴിഞ്ഞ് അതേക്കുറിച്ച് ചിന്തിക്കുന്നത് സംശയമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ഒരു ഫലവും കിട്ടത്തില്ല, വെറുതെ സമയം കളയാന്നുള്ളൂ. അപ്പോൾ അത് പ്രയോജനം വേണ്ടവർ അത് ശരിയായിട്ട് ചെയ്യണം. അപ്പോൾ അത് നന്നായിട്ട് പ്രാർത്ഥിച്ച് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച നന്നായിട്ട് പഴുത്തൊരു കദളിക്കൊല നമ്മൾ ഉപയോഗിക്കുന്നതിലും നല്ലതായിരിക്കണം. ആരും ഇരിഞ്ഞോ ഒന്നും ആയിരിക്കരുത്, ആരും ഇരിഞ്ഞതോ അങ്ങനെയൊന്നും ആയിരിക്കില്ല, ശ്രേഷ്ഠമായിരിക്കണം. പച്ചയാണ് ഒരു ബലവും ലഭിക്കത്തില്ല, നന്നായിട്ട് പഴുത്തതായിരിക്കണം. ഒരു കദളിക്കൊല പച്ചമരുന്ന് കടയിൽ നിന്ന് ബുധനാഴ്ച മേടിച്ച് വ്യാഴാഴ്ച ഓരോ ദിവസം വെളുപ്പിനെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ രാവിലെ പോയി ഭഗവാന് നടക്കി വെച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നടക്കി പ്രാർത്ഥിച്ചിട്ട് മുന്നിലുള്ള കൽമണ്ഡപത്തിൽ വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് ഭഗവാനിൽ ചെല്ലണം, എങ്കിലേ ഫലം കിട്ടത്തുള്ളൂ. മനസ്സ് ഭഗവാനിൽ ചെല്ലണം. ഇത് നടക്ക് മുന്നിലുള്ള കൽമണ്ഡപത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇനി മനസ്സിന് തൃപ്തിയായില്ലേ ഒരു വ്യാഴാഴ്ചയും കൂടെ ചെയ്യണം, ഭാഗ്യം ഉണ്ടാവും. അതുപോലെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച വൈകുന്നപാടെ ഭഗവാൻ ഒരു സെറ്റ് മുണ്ടൂടെ കൊടുക്കുക, സെറ്റ് മുണ്ടൂടെ സമർപ്പിക്കുക. പിന്നെ വ്യാഴാഴ്ച രാവിലെ ത്രിമധുരം, പുരുഷ സൂക്താർച്ചന, 10 രൂപയുടെ എള്ളെണ്ണയെന്ന് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്, സാറേ ഇപ്പം 10 രൂപയ്ക്ക് ഇവിടെ എള്ളെണ്ണ കിട്ടുന്നത്. സോറി, 20 രൂപയുടെ എള്ളെണ്ണ. ഇപ്പം 10 രൂപയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആയിക്കോട്ടെ, 20 രൂപയുടെ എള്ളെണ്ണ, ഒരു പുരുഷ സൂക്താർച്ചന, ത്രിമധുരം, ഇത് മൂന്നും കൂട്ടി നടക്കി വെച്ച് ഭഗവാനെ എനിക്ക് ജീവിതത്തിൽ സമ്പത്ത്, ഐശ്വര്യം, ജ്ഞാനം ഒക്കെ നൽകണമെന്ന് പറഞ്ഞ് വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് സാധിക്കുന്ന പോലെ വ്യാഴാഴ്ചകൾ ആവർത്തിക്കുക. ഏത് കാര്യമാണെങ്കിലും ആവർത്തിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത്. ഇപ്പം നമ്മളാണെങ്കിലും ഒരു ദിവസം ആഹാരം കഴിച്ചെന്ന് കരുതി പിറ്റേ ദിവസം അല്ലെ അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ആഹാരം കഴിക്കാതിരുന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ദിവസവും ആഹാരം കഴിക്കുന്നുണ്ട്. 3 നേരം എന്നുള്ള ചില പാർട്ടികൾ 5 നേരമൊക്കെ അടിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈ അസുഖങ്ങളും ഉണ്ടാകുന്നത്. ആവശ്യത്തിന് ആഹാരം കഴിക്കണം. അത് പോട്ടെ, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ആഹാരം ദിവസവും കഴിക്കുന്നുണ്ടല്ലേ, നമ്മൾ ദിവസവും ജോലി ചെയ്യുന്നുണ്ടല്ലേ, അല്ലെ ആഴ്ചയിലോ വർഷത്തിലോ പോയാൽ അല്ലല്ലോ ജോലി ചെയ്യുന്നത്. ദിവസവും നമ്മൾ ശ്വസിക്കുന്നുണ്ട്, ഓരോ നിമിഷവും. ദിവസവും നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, ദിവസവും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയും അതും ദിവസവും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം ദിവസവും ചെയ്യാം,
പക്ഷേ ഈശ്വര പ്രാർത്ഥന വെള്ളിയാഴ്ച ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് ചെയ്താൽ മതിയോ, മാസത്തിലൊന്ന് ചെയ്താൽ മതിയോ എന്നൊക്കെ ചിലപ്പോഴും ചോദിക്കുന്നത്. വഴിപാടുകൾ ആഴ്ചയിലൊന്നൊക്കെ ചെയ്താലും മതി. പക്ഷെ ഈശ്വര പ്രാർത്ഥന എന്നും ചെയ്യണം. അത് നിങ്ങൾ ശ്വസിക്കുന്ന വെള്ളം പോലെ ശ്വസിക്കുന്ന വായു പോലെ, പറഞ്ഞു മാറിപ്പോയാണ്, ക്ഷമിക്കുക, ശ്വസിക്കുന്ന വായു പോലെയും കുടിക്കുന്ന വെള്ളം പോലെയും കഴിക്കുന്ന ആഹാരം പോലെ നിത്യേന പ്രാർത്ഥന ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആ ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വരുന്നത്. നമ്മുടെ ആ ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഉള്ളിലെ ആ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ ഇന്ന് 3 സ്റ്റേറ്റ് ഓഫ് മൈൻഡാണുള്ളത്. അതിൽ സൂപ്പർ ഈഗോ എന്നുള്ളതാണ്, ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം ഉണ്ടാകുന്നത്. ഈ ബിലീഫ് സിസ്റ്റത്തിൽ ശരിയായിട്ടുള്ളൊരു വ്യക്തിയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഒരു പേനയാണെങ്കിലും ഒരാളോട് ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിച്ചെടുക്കുന്ന അവൻ്റെ ഉള്ളിലെ ബിലീഫ് സിസ്റ്റം, വിശ്വാസം, നന്മയുള്ള വിശ്വാസമാണല്ലോ. അപ്പോൾ ഈ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ 3ാമത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നല്ലൊരു ബിലീഫ് സിസ്റ്റം ആണെങ്കിൽ അവൻ അക്രമിയായിട്ടും അവൻ പ്രശ്നക്കാരനായിട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ബിലീഫ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം അവിടെ ഈശ്വര വിശ്വാസം, നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആ വിശ്വാസമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം നന്മ, ഏത് ഈശ്വരനും ആയിക്കോട്ടെ, ആ നന്മയായ ഈശ്വരനെ, ആ നന്മയെ നിങ്ങൾ ആ ബിലീഫ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ട് വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം നല്ല കാര്യങ്ങളെ വിശ്വസിക്കുക, നന്മ ചെയ്യുക, ഈശ്വരനെ അറിയുക, അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഇന്ന് നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുന്നു, അക്രമ കാര്യങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ. ഒരുത്തൻ ചെന്ന് ഒരു പെൺകുട്ടിയോട് പറയുന്നത് ഇഷ്ടമാണെന്ന് പറയുന്നു, അവൾ ഇഷ്ടമല്ലെന്ന് പറയുന്നു, ഉടനെ ഇവനെ മുഖത്ത് ഇതൊഴിച്ചു അല്ലെ അതിനെ കൊല്ലാൻ ശ്രമിച്ചു. ഇന്നുള്ള വാർത്തകൾ മുഴുവൻ പത്രത്തിനകത്ത് നമ്മൾ ദിവസവും വായിക്കാറുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവൻ്റെ വിചാരം ഈ പെൺകുട്ടി ഇവന് വേണ്ടി മാത്രമുള്ളതാണ് ഇവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതും ഒരു പെൺകുട്ടി ഇവനെപ്പോലെ തന്നെയുള്ള ഒരു ജീവനാണ്, അതിനും ജീവിക്കാൻ അവകാശമുണ്ട്, അതിനും സ്വാതന്ത്ര്യമുണ്ട്, അതിനും പഠിക്കാൻ അവകാശമുണ്ട്, അതിനും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ഇവൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ കുറച്ച് നന്മ ഉണ്ടാകണം. ഒരു ഈശ്വരവിശ്വാസം അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈശ്വരവിശ്വാസമുള്ള എങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഒരു തെറ്റും ചെയ്യത്തില്ല. എന്നെപ്പോലെ തന്നെ മറ്റൊരാളെയും സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കും. ഈ ബിലീഫ് സിസ്റ്റം ശരിയല്ലാത്തവൻ്റെ വിചാരം അവന് വേണ്ടി മാത്രം ഉള്ളതാണ് ഈ പെൺകുട്ടി, അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവളെ അങ്ങ് എന്തെങ്കിലും ചെയ്താക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതവൻ്റെ അറിവില്ലായ്മയാണ്. അത് നല്ലൊരു ബിലീഫ് സിസ്റ്റം ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞ് മനസ്സിലായോ? നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്, നമ്മളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് നല്ലത് തന്നെ. തൊഴിലിനായിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭാഷ, എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം നല്ലൊരു മനുഷ്യനാകാൻ, നല്ലൊരു വ്യക്തിയാകാൻ നിങ്ങളുടെ ഉള്ളിലാണ് സന്തോഷവും നിങ്ങളുടെ ഉള്ളിലാണ് നന്മയും അടങ്ങിയിരിക്കുന്നത്. ആ ഉള്ളിലുള്ള ഇന്നർ എൻജിനീയറിങ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബോധത്തെ കണ്ടെത്താൻ അതവിടെ പഠിപ്പിക്കുന്നില്ല. അത് പഠിക്കുമ്പോഴാണ് ഒരു നല്ല വ്യക്തിയാകുന്നത്. ഈ എല്ലാ വിദ്യാഭ്യാസം നേടിയാൽ ഇവനൊരു നല്ല വ്യക്തി അല്ലെങ്കിൽ മുഴുവൻ തീർന്നു. ഇവനെക്കൊണ്ട് സമൂഹത്തിനും വീടിനും എല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തോടൊപ്പം അത് നേടണം, അതോടൊപ്പം നല്ലൊരു മനുഷ്യനായിത്തീരണം. അതിന് നല്ല വിശ്വാസങ്ങൾ വേണം, നല്ല അറിവുകൾ വേണം, നല്ല ധ്യാനങ്ങൾ വേണം, നല്ല മെഡിറ്റേഷൻ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു നല്ല വ്യക്തിയെ ഉണ്ടാക്കി തീർക്കുന്നത്. അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും പഠിപ്പിക്കത്തില്ല. അത് നിങ്ങൾ കണ്ടെത്തണം. ഇപ്പോഴത്തെ കാലത്ത് കണ്ടെത്തണം. ഇപ്പം ഭാവിയിൽ സ്കൂളുകളിൽ ചിലപ്പം മെഡിറ്റേഷനോ ഉള്ള കാര്യങ്ങളോ ഒക്കെ വരാതിരിക്കാം, എനിക്കറിയില്ല. കാരണം മനുഷ്യൻ കൂടുതലും ഗവേഷണം നടത്തുമ്പോൾ, സ്പിരിച്വലായിട്ട് ഗവേഷണം നടത്തുമ്പോൾ അവർ ഈ മെഡിറ്റേഷൻ ആണെങ്കിലും ഈ ബ്രെയിൻ്റെ ഈ സിഗ്നലിൻ്റെ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുദ്ധിസ്റ്റുകളുടെ ഇടയിൽ നടത്തിയ ചില പഠനങ്ങളും ഒക്കെ ആ മെഡിറ്റേഷൻ സമയത്ത് ഉണ്ടാകുന്ന വേവ്സിൻ്റെ അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്നുണ്ട്. ഇപ്പോൾ തലയുള്ള ഒരുത്തൻ ചിലപ്പം നാളെ പറയുകയാണ് ഇങ്ങനെ ചില മെഡിറ്റേഷൻസുകൾ ജീവിതത്തിൽ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നാളെ ഉള്ള ഒരു ജനത ഫോളോ ചെയ്യാം. ഇപ്പം നമ്മളൊക്കെ പറയുമ്പോൾ അത് ആരും ഫോളോ ചെയ്യണമെന്നില്ല. നാളെ ഭാവിയിൽ ഒരു 10-25 കൊല്ലങ്ങൾക്ക് ശേഷം ഇതൊക്കെ സംഭവിക്കാതിരിക്കാം. പക്ഷേ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുതൽ അറിയാൻ ശ്രമിച്ചാൽ ഒരു കുട്ടിയായിക്കോട്ടെ അവൻ്റെ അച്ഛനെ അമ്മയെ നോക്കും. കാരണം നല്ല ഒരു ഈശ്വരബോധം ഉണ്ടായി വരുമ്പോൾ അവന് മൂല്യങ്ങളെക്കുറിച്ച് അറിയാം. എന്നെ ഇത്രയും നാളും പഠിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ
നോക്കേണ്ടതായിട്ടുണ്ട്. അതെൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലാതെ എൻ്റെ ഔദാര്യമല്ല എന്നവനറിയാം. കാരണം അവന് ആ ഒരു ഈശ്വരബോധം ഉണ്ടാകും, അവന് നന്മ എന്താണെന്നറിയാം. അതുപോലെ ഇപ്പം കുട്ടികൾ ചെയ്യുന്ന പല കുട്ടികളും, എല്ലാവരും അല്ല, ചിലരെങ്കിലും ചെയ്യുന്ന എന്താ, അവനെ പഠിച്ചു വച്ചിരിക്കുന്ന പൈസ ഉണ്ടാക്കണം, അത് നല്ലത് തന്നെ. പക്ഷെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനങ്ങ് വിദേശത്തേക്ക് ചേക്കേറും, അല്ലെ അവനെ യൂറോപ്യൻ രാജ്യത്തേക്ക് പോകും. പിന്നെ അച്ഛനും അമ്മയും നാട്ടിലാണ്. എത്ര ആളുകളുടെയാണ് ഞാൻ അങ്ങനെയുള്ള വാട്സപ്പിൽ മെസ്സേജുകൾ കേൾക്കുന്നത്. നോക്കാൻ ആരുമില്ല. കാരണം അവനെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പൈസ ഉണ്ടാക്കാനും അതിനുള്ള കാര്യങ്ങൾ മാത്രമേ അവനെ പഠിപ്പിച്ചിട്ടുള്ളൂ, അതിനുള്ള വിദ്യാഭ്യാസം അവന് കിട്ടിയിട്ടുള്ളൂ. ഒരു മനുഷ്യനാകാനുള്ള കാര്യം അവന് കിട്ടിയിട്ടില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുണ്ടാകുമ്പോഴാണ് ആ വ്യക്തിയാകുന്നത്. ഒരച്ഛൻ, അങ്ങനെയുള്ള ഒരു അച്ഛനെ അമ്മയും ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ബലാത്കാരം ചെയ്യത്തില്ല. അല്ല, ഒരു സ്ത്രീയോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെ അല്ലെന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കത്തില്ല. കാരണം ഇഷ്ടമല്ലെന്ന് പറയാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് അവരോട് ഒരു വിരോധമില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അക്രമങ്ങൾ നടക്കത്തില്ല. ഇതെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ധാരണയുടെ കുഴപ്പം. എല്ലാം എനിക്ക് വേണ്ടിയാകും എന്ന്, എൻ്റെ ഇഷ്ടത്തിനെല്ലാം നടക്കണമെന്നൊക്കെ ഉണ്ടായി ഈ അക്രമവാസനകൾ കൂടുന്നത്. ശരിയായ ബിലീഫ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റുള്ളവരെയും നമ്മളെപ്പോലെ തന്നെ കാണുക. അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവരുടേതായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഇപ്പോൾ എന്നെ ഒരാൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് വിരോധം തോന്നേണ്ട കാര്യമില്ല. അതൊരു പെൺകുട്ടി ആയിക്കോട്ടെ. ഇപ്പോൾ ഞാനൊരു പെൺകുട്ടിയോട് എന്ന് പറഞ്ഞ് ഇഷ്ടമാകുന്നു, അവർക്ക് പറയാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിരോധം തോന്നുന്നവർ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ അക്രമങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നടക്കത്തില്ല. അതിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ വിചാരം അതൊരു ഇവന് വേണ്ടി മാത്രമുള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന പോലെ ഇരിക്കണം, ഞാൻ ചിന്തിക്കുന്ന പോലെ നടക്കണം, ഞാൻ ചിന്തിക്കുന്ന പോലെ പെരുമാറണമെന്നൊക്കെയാണ് ഈ ഒരു എല്ലാവരുടെയും അല്ല ചിലരുടെ കാര്യം പറയുന്നത്. ഭർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ, അങ്ങനെ ഈ വഴക്കുകൾ കൂടുതലുണ്ടാകുന്നത്. തിരിച്ച് ഭാര്യയാണെങ്കിലും ചില ഭാര്യമാർക്ക് ഭർത്താവ് ഞാൻ ചിന്തിക്കുന്ന പോലെ നടക്കണം, ഞാൻ ചിന്തിക്കുന്ന പോലെ ഇരിക്കണം, ഇതൊക്കെ എല്ലാവരുടെയും അല്ല ചിലർക്കെങ്കിലും ചിലയിടത്ത് കാണാറുണ്ട്. ഈ അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാലും, ഒരു പെണ്ണൊരു ഭർത്താവിനെ ഒരു ഭർത്താവായിട്ട് ഒരു പുരുഷനെ സ്വീകരിച്ചാലും ഇത് ഭാര്യയും ഭർത്താവാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ രണ്ടു പേർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ബഹുമാനിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. അല്ലെങ്കിൽ എല്ലാം ഒന്നും അടിപിടി ബഹളമൊക്കെ ആയിരിക്കും. ജീവിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇന്നത്തെ കാലത്ത് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും ഉറപ്പായിട്ടും ജോലി വേണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ജോലി എങ്ങനെങ്കിലും കണ്ടെത്തും, കാരണം അവർക്ക് കണ്ടെത്തിയിരിക്കും. പെൺകുട്ടികൾ ഉറപ്പായിട്ട് പെൺകുട്ടികളും ജോലി കണ്ടെത്തണം. നിങ്ങൾ ജോലി കണ്ടെത്തിയിട്ടേ കല്യാണം കഴിക്കാവുള്ളൂ. പറഞ്ഞ് മനസ്സിലായില്ലേ? അതിപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്കൊരു വരുമാനമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകും? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തു ചെയ്യും? പക്ഷെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തീരുമാനമെടുത്ത് വേറെ ഒരു വാടകയ്ക്ക് മാറാനും ഒക്കെ സാധിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായം, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ജോലി ഉണ്ടാകണം. ആൺകുട്ടികൾ പലപ്പോഴും അവരുടെ ജോലി കണ്ടെത്തിയേ പറ്റൂ. പെൺകുട്ടികൾ ഉറപ്പായിട്ടും പെൺകുട്ടികളും ജോലി കണ്ടെത്തണം, എന്നിട്ട് വിവാഹം കഴിക്കണം. കാരണം നിങ്ങൾക്ക് പലയിടത്തും വരുന്നൊരു കുഴപ്പം അതാണ്. നമുക്ക് ഒരു വരുമാനമില്ലെങ്കിൽ ഒരിക്കലും എന്നും ഒരാളുടെ ഒരു അടിമ പോലെ ജീവിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, ചിലയിടത്തെങ്കിലും ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു ജോലി ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇനി നിങ്ങൾ നല്ല രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്, ഭർത്താവിന് നല്ലൊരു സപ്പോർട്ടോടെ കൊടുക്കാൻ പറ്റും, പിന്നെ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ജോലിയുള്ള ഭാര്യമാരോട് ഭർത്താക്കന്മാർക്കും നല്ല സ്നേഹമായിരിക്കും. കാരണം ഭർത്താവിന് ഒരു സപ്പോർട്ടാണ്. അപ്പം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറി നിൽക്കും. ഇതൊക്കെ നല്ല ഒരു മനസ്സിൽ നന്മ ഉണ്ടാകുമ്പോൾ, ഈശ്വരചിന്ത ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. അവിടെയാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അല്ല നമ്മളിൽ പോയി പ്രാർത്ഥിക്കുന്ന മാത്രമല്ല, നല്ല ചിന്തകൾ ആ പ്രപഞ്ചബോധമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വരും. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അറിവുകളും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ അഭിപ്രായങ്ങളും മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. എനിക്ക് ആരോടും യാതൊരു വിരോധവുമില്ല. എല്ലാവരോടും ഒരുപോലെ സ്നേഹമേ ഉള്ളൂ. അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.